Dear students, welcome to third class on trigonometry. In the last class, we have discussed what is sine value of an angle, cos value of an angle, tan value of an angle. Sine, cos, tan. They are three trigonometric ratios. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ആംഗിൾസ് 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി. ഈ മൂന്ന് ആംഗിളിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോ വാല്യൂസ്, അതായത് സൈൻ 30, സൈൻ 45, സൈൻ 60 എന്ന പോലെ കോസിനും ടാനിനും ഈ ആംഗിൾസിൻ്റെ വാല്യൂസ്, ട്രിഗണോമെട്രിക് റേഷ്യോ വാല്യൂസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ടാബുലൈസ് ചെയ്ത് നോക്കാം. ഫോർ ദിസ്, ഹിയർ ഐ ആം again consider the triangle with the angles 30 degree, 60 degree, 90 degree. Here I am drawing that one again. See, just to consider this one is a triangle with 30 degree, 60 degree, 90 degree. 60 degree and 90 degree. Now see the angle 30 degree. What about sine value of that angle? That is sine 30. Sin 30 tells us that in a right triangle with one angle 30 degree, the opposite side divided by the hypotenuse. When we consider 30, 60, 90 degree triangle, we have learned already the sides are in the ratio 1 is to root 3 is to 2. That we have already learned. Above 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള റൂട്ട് 3x ആയിരിക്കും, ആൻഡ് ദിസ് വിൽ ബി 2x. Therefore, side 30 from the figure we see, the side against 30 degree, that is x by 2x will be 1 by 2. On reducing, it will be 1 by 2. What about cos 30? Cos 30, cos 30 we see. That is, if the adjacent side of 30 degree, cos 30 tells us in a right triangle with one angle 30 degree, the adjacent side divided by the hypotenuse. For cos 30, adjacent side is root 3x and hypotenuse is 2x. Therefore, cos 30 will be root 3 by 2. Now, see, sin 60 എന്തായിരിക്കും? അതേ ഫിഗറിൽ നിന്ന് നമുക്ക് sin 60 പറയാമല്ലോ. Sin 60 tells us sin 60 in a right triangle with one angle 60 degree, the opposite side of 60 degree by hypotenuse, that is root 3x by 2x. On reducing, it will be root 3 by 2. That is sin 60. What about cos 60? Cos 60. Cos 60 will be 60 degree angle is there here. Its adjacent side x by hypotenuse. X by 2x, we see it is 1 by 2. നമ്മൾ ഇങ്ങനെ ഒരു നിയമം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. Sine of an angle will be equal to cos 90 minus of that angle. അതായത് ഈ 30 ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന 1 by 2 എന്ന് പറയുന്നത് 30 ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഈ സൈഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ 60 ഡിഗ്രിയെ സംബന്ധിച്ചിടത്തോളം അത് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അഡ്ജസൻ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്നുള്ള നിലക്ക് 60 ഡിഗ്രിക്ക് അത് കോസ് 60 ആണ്. അതുകൊണ്ട് നോക്കുക, സൈൻ 60ക്ക് കിട്ടിയ വാല്യൂ ആണ് കോസ് 60ക്ക് കിട്ടുക. സോറി, സൈൻ 30ക്ക് കിട്ടുന്ന വാല്യൂ ആണ് കോസ് 60ക്ക് കിട്ടുക. തിരിച്ചും കോസ് 30ക്ക് കിട്ടുന്ന വാല്യൂ ആണ് സൈൻ 60ക്ക് കിട്ടുന്നത്. രണ്ടും സെയിം ആണ്. ഓക്കെ, അതാണ് സൈൻ ഓഫ് ആൻ ആംഗിൾ വിൽ ബി ഈക്വൽ ടു കോസ് 90 മൈനസ് ഓഫ് ദാറ്റ് ആംഗിൾ. എക്സ് ഒരു 90 ഡിഗ്രിയേക്കാൾ ചെറിയൊരു ആംഗിൾ ആണെങ്കിൽ സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ ടു കോസ് 90 മൈനസ് ഓഫ് ദാറ്റ് ആംഗിൾ. അപ്പോൾ 30 ഡിഗ്രി 60 ഡിഗ്രി ഇതിൻ്റെ രണ്ട് ട്രിഗണോമെട്രിക് റേഷ്യോസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടാൻ വാല്യൂ നോക്കാം നമുക്ക്. what about tan 30? Tan 30, look at the figure. What about tan 30 tells us in a right triangle with one angle 30 degree. ഈ ആംഗിൾസ് ഉള്ള ഏത് ട്രയാങ്കിൾ എടുത്താലും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ അഡ്ജസൻറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് tan 30 എന്ന് പറയുന്നത്. അത് ഏത് ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഏത് സൈസിൽ വരച്ച ട്രയാങ്കിളിൽ നിന്ന് കിട്ടുക. therefore tan 30 will be x by root 3x will be 1 by root 3 എന്ന് കിട്ടും. 1 by root 3. See, 1 by root 3 it is. What about tan 60? Tan 60, look at the 60 degree angle there. 60 degree, its opposite side by adjacent side. It will be root 3 by 1 or simply root 3 it is. That is tan 60. Now we have formulated all the three trigonometric ratios of 30 degree and 60 degree. എന്ന പോലെ നമ്മൾ ഇനി 45 ഡിഗ്രിയുടെ
ട്രിഗണോമെട്രിക് റേഷ്യോസും കൂടെ ഉണ്ടാക്കുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരു ഐസോസെലസ് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളോടെ വരയ്ക്കുകയാണ്. ഐസോസെലസ് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ its all angles will be 45 and 45 and 90 degree. Here I have drawn such an isosceles right angle triangle. That means this angle, if it is 45 degree, here it is 90 degree. This one also will be 45 degree. Isosceles right angle triangle. നമുക്കറിയാം ഇതിൻ്റെ ഈ സൈഡ് എന്താണെങ്കിലും അതേ സൈഡായിരിക്കും ഇതിന് കിട്ടുക. This will be root 2x. What about sin 45? Sin 45 in an isosceles right angle triangle, sin 45, that is the side against it to 45 degree, x by root 2x എന്നായിരിക്കും കിട്ടുക. അത് ഇവിടെ നോക്കി പറഞ്ഞാലും ഇവിടെ നോക്കി പറഞ്ഞാലും രണ്ടും ഒരേ ആൻസർ തന്നെ വരാറുള്ളത്. ഇറ്റ് ഈസ് 1 by root 2 എന്നായിരിക്കും. ഓക്കെ. വാട്ട് അബൌട്ട് cos 45? Cos 45 will be, cos 45 is also adjacent side of 45 degree angle. That one is also 1 by root 2 എന്ന് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ sin 45ഉം cos 45ഉം ഈക്വൽ ആകുന്ന angle ആണ് 45, because sin x is equal to cos 90 minus x. Sin 45 is equal to cos 90 minus 45. 90 minus 45 is again 45. Therefore sin 45 and cos 45 are equal. രണ്ടും ഈക്വൽ ആകുന്ന, സൈനും കോസും ഈക്വൽ ആകുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ്. വാട്ട് അബൌട്ട് tan വാല്യൂ? Tan 45. Tan 45, look at the figure. Tan 45 will be opposite side of x, 45 degree angle. That is this one by adjacent side. X by x എന്നായിരിക്കും. It is 1. ഓക്കെ. അപ്പോൾ ഇത്രയും സംഗതികൾ. നൗ വി ഹാവ് ഫോർമുലേറ്റഡ് 45 ഡിഗ്രി, 30 ഡിഗ്രി, 60 ഡിഗ്രി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈൻ, കോസ്, ടാൻ വാല്യൂസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു ടേബിളിലേക്ക് കൊടുക്കാം. ഒരു ടേബിളിലാക്കി കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ നോക്കിയിട്ടല്ല ഈ ആംഗിൾസ് ആണ് ചോദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ആംഗിൾസ് എങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു റെഫർ അറ്റ് ദാറ്റ് ടൈം ട്രിഗണോമെട്രിക് റേഷ്യോ ടേബിൾ. വി ഹാവ് ടു ടേക്ക് ദി വാല്യൂസ് ആസ് ഐ ഹാവ് ഡിസ്പ്ലേഡ് നൗ. Okay, when problems are there in the questions with the angles 30 degree, 60 degree and 45 degree like that, at that time, if we are in need to find out the trigonometric ratios of the sine, these angles, that is sine, cos, tan values are to be found at that time, we need to take their values as I have displayed now. Let us stabilize all these values so that it will be very easy to remember. Okay, നമുക്കൊരു ടേബിളിലേക്ക് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ശ്രദ്ധിക്കുക. സൈൻ 30, ഇവിടെ ഉദ്ദേശിച്ചത് സൈൻ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ് ഈ ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് 30 ഡിഗ്രി. ദിസ് വൺ ഈസ് 45 ഡിഗ്രി, 60 ഡിഗ്രി. നൗ സി, വാട്ട് അബൌട്ട് സൈൻ വാല്യൂ ഓഫ് 30 ഡിഗ്രി ആംഗിൾ? സൈൻ 30, ഇറ്റ് ഈസ് 1 by 2. ഇറ്റ് ഈസ് 1 by 2. നമുക്കിവിടെ 1 by 2 എഴുതാം. What about sin 45? It is 1 by root 2. Sin 45, 1 by root 2. Sin 60. Sin 60 is root 3 by 2. Sin 60, root 3 by 2. Root 3 by 2. നമ്മൾ പഠിച്ച നിയമപ്രകാരം സൈൻ ഓഫ് ആൻ ആംഗിൾ വിൽ ബി കോസ് 90 മൈനസ് ഓഫ് എക്സ്. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് സൈൻ 30ൻ്റെ വാല്യൂ കോസ് 60 ആയിരിക്കും. അപ്പം നമുക്ക് കോസ് 30ൻ്റെ വാല്യൂ സൈൻ 60 ആയിരിക്കും ഈ നിയമപ്രകാരം. ഓക്കെ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതിയ ഓർഡറിന് നേരെ റിവേഴ്സിൽ എഴുതിയാൽ മതി. സൈൻ 30ൻ്റെ വാല്യൂ ആയിരിക്കും കോസ് 60ക്ക് വരാണ്ടാവുക. സൈൻ 45 ആൻഡ് കോസ് 45 ദേ ആർ ഈക്വൽ, ദാറ്റ് വി ഹാവ് ഫൗണ്ട്. നൗ ആദ്യം നമുക്ക് കോസ് 30 എന്താ എഴുതാം? കോസ് 30 എന്താണെന്നുള്ളത് ഇതാണ്. ഈ വാല്യൂ ആയിരിക്കും കോസ് 30 കിട്ടുക. റൂട്ട് 3 by 2. കോസ് 30 root 3 by 2. Now sin cos 45 and sin 45 both 1 by root 2. ഇനി cos 60ക്ക് കിട്ടൽ sin 30 ആയിരിക്കും. ഇറ്റ് ഈസ് 1 by 2. നമുക്ക് ഇനി ടാൻ വാല്യൂ ഇവിടെ എഴുതാനുണ്ട്. ടാൻ 30 ഡിഗ്രി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ടാൻ 30 1 by root 3. ടാൻ 45 ഉണ്ട്, ടാൻ 60 ഉണ്ട്. നേരെ എടുത്ത് എഴുതാനേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ ഈ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളിന് ഞാനൊരു ABC എന്ന് പേര് കൊടുക്കുകയാണ്. CABCB the triangle. Now what about sin A? Sin A of that one. Sin A is equal to C. Sin A. Looking this triangle. ഇത് ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ ആട്ടെ, ഈ 45 എന്നാണെന്നില്ല, ഏത് ട്രയാങ്കിൾ ആണെങ്കിലും സൈൻ വാല്യൂ ഓഫ് ആംഗിൾ A will be equal to opposite side of that A by hypotenuse. Therefore it is BC by AC. Sin A from the figure we see it is BC by AC. Like that. What about cos A? Cos value of angle A,
ദറ്റ് ഈസ് ദിസ് ആംഗിൾ എ. 45 ഡിഗ്രി ആണെന്ന് അർത്ഥമൊന്നുമില്ല, ഏതൊരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് സപ്പോസ് ചെയ്യാം. അത് ഇവിടെ നോക്കിയാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ബി ബൈ എ സി, അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, ദറ്റ് ഈസ് എ ബി by AC it is, AB by AC it is. Now here we are dividing sin A by cos A. We have to divide sin A by cos A. Sin value of angle A is divided by cos value. Now this one can be written as ഇപ്പോൾ നമുക്ക് എഴുതാലോ, സൈൻ എ എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ സി ആണ്, കോസ് എന്ന് പറഞ്ഞാൽ എ ബി ബൈ എ സി ആണ്. ആ വാല്യൂസ് ഇവിടെ കൊടുക്കുകയാണ്. ബി സി ബൈ എ സി, ബി സി ബൈ എ സി ബൈ എന്ന് എഴുതുന്നതിന് പകരം ഇൻറ്റു എന്ന് എഴുതിയാൽ മതി. ബട്ട് വി ഹാവ് ടു റൈറ്റ് ദി റെസിപ്രോക്കൽ ഓഫ് ദിസ് വൺ. അപ്പോൾ അത് എ സി ബൈ എ ബി എന്ന് എഴുതണം, ഇൻറ്റു എ സി ബൈ എ ബി. എ സി is on cancellation, it will be BC by AB. What about BC by AB? ആംഗിൾ എനെ സംബന്ധിച്ചിടത്തോളം ബി സി ബൈ എ ബി എന്ന് എഴുതണത്. നമ്മൾ ആംഗിൾ എനെ പറ്റിയാണ് ഈ പറയുന്നതൊക്കെ. ആംഗിൾ എയെ സംബന്ധിച്ചിടത്തോളം ബി സി ബൈ എ ബി എന്ന് പറയുന്നത് ആംഗിൾ എയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ. therefore it is tan value of angle A. therefore this one can be written as tan value of angle A, tan A. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഏത് ആംഗിൾ ആണെങ്കിലും ഒരു സൈൻ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡഡ് ബൈ കോസ് വാല്യൂ ഓഫ് ആൻ ആംഗിൾ വിൽ ബി ഈക്വൽ ടു ടാൻ വാല്യൂ ഓഫ് ദി സെയിം ആംഗിൾ. ഏത് റൈറ്റ് ട്രയാങ്കിളിലെയും സൈൻ ഓഫ് ആൻ ആംഗിൾ, ഒരു ആംഗിളിൻ്റെ സൈൻ വാല്യൂവിനെ അതിൻ്റെ കോസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും അതിൻ്റെ കറസ്പോണ്ടിങ് ടാൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ടാൻ 30 എഴുതാൻ എന്ത് ചെയ്താൽ മതി, ഈ സൈൻ വാല്യൂവിനെ സൈൻ 30നെ കോസ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് we have to understand such a relation between sin, cos and tan. Sin of an angle divided by cos of an angle will be tan of the same angle. Therefore, sin 30 by cos 30, this will be 1 by 2 by root 3 by 2. On cancellation, it will be 1 by root 3. Here, sin 45 and cos 45 both are same. On cancellation, it will be 1. And നമുക്ക് 1 ആണ് കിട്ടിയിട്ടുണ്ട്. Therefore, it is 1. ഇവിടെ root 3 by 2 by 1 by 2 will be root 3. Now we have written all sin, cos, tan values of 30 degree, 45 degree, 60 degree. You have to draw such two triangles and write all these notes in your notebook. Okay, write down. This one is very important result. This one is also to be written in your notebook. First of all, write these two, draw these two triangles and these notes there. After that, the continuation of this one. Okay, you have tried to continue all this way. At last, such a table there in your notebook. How to write first. ഇനി നമുക്ക് ഈ ടേബിൾ വാല്യൂ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഹിയർ റീഡ് ദി ക്വസ്റ്റ്യൻ. Two sides of a triangle are 5 centimeters and 4 centimeters, and angle between them is 60 degree. Find the area of the triangle. എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം ഇതിൻ്റെ റഫ് ഫിഗർ വരച്ച് നോക്കാം. സി ഹിയർ ദി ട്രയാങ്കിൾ ഇസ് ഡ്രോൺ. നമുക്ക് ഇത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൺ സൈഡ് ഇസ് 5 സെൻറ്റിമീറ്റർ, ദി അതർ ഇസ് 4 സെൻറ്റിമീറ്റർ, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. ഈ ട്രയാങ്കിളിൽ നമുക്കൊരു എ ബി സി എന്ന് പേര് കൊടുക്കാം. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു area of the triangle is equal to area of the triangle ABC. Area of any triangle is half BH. That's equal to half into B. B is base. If you take AB as the base, then H is the perpendicular drawn from C to AB. And so we need to draw a perpendicular from, let us consider a perpendicular from C to AB. If that perpendicular drawn meet AB at D, നമുക്കതിനെ CD എന്ന് എഴുതാം. CD സിയിൽ നിന്ന് ഡിയിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ ആണ്. അപ്പം നമുക്ക് അങ്ങനെ പെർപെൻഡിക്കുലറോടെ വരച്ച് വെക്കാം. Now CD is the perpendicular, D ആണ് പോയിന്റ്. Therefore നമുക്ക് ഹാഫ് ഇൻറ്റു ഏരിയ കാണണം. എ മുതൽ ബി വരെയുള്ള ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. 5 ഇൻറ്റു വാട്ട് അബൌട്ട് സി ടു ഡി, വാട്ട് അബൌട്ട് ഈസ് ദി ഡിസ്റ്റൻസ് സി ഡിൻ്റെ ഡിസ്റ്റൻസ് എന്താണെന്ന് അതാണ് നമുക്കിനി കാണണം. നമുക്കത് കാണണം.
Now see the triangle ABC. From triangle ADC, it is a right angle triangle because we have drawn perpendicular from C to AB. Therefore, from triangle ADC, right triangle ADC, from right triangle ADC, sin 60. See, എന്താ sin 60 എന്നെടുക്കാൻ കാരണം sin 60 ഡിഗ്രി നമുക്ക് സി ഡി ആണ് കിട്ടേണ്ടത്. ഈ ട്രയാങ്കിൾ എ ഡി സിയെ സംബന്ധിച്ചിടത്തോളം വി നീഡ് ടു ഗെറ്റ് ദി ലെങ്ത് ഓഫ് സി ഡി. സി ഡി കിട്ടണം, അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് ദറ്റ് വി വാണ്ട് ടു ഗെറ്റ്. ബട്ട് ഹിയർ ദിസ് വൺ ഈസ് നോൺ, ദറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇറ്റ്സ് വൺ ആംഗിൾ 60 ഡിഗ്രി, ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് വി നീഡ് ടു ഗെറ്റ്, വി നോ ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ 60, ഇങ്ങനെ ഏത് ട്രയാങ്കിൾ ഉണ്ടെങ്കിലും ഒരു ആംഗിൾ 60 ആയിട്ട് വന്ന ഏത് റൈറ്റ് ട്രയാങ്കിളിൻ്റെയും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ സി ഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആൻസർ ഉണ്ട്. അതായത് ഇവിടെ സി ഡി ബൈ 4 എന്ന് പറയുന്നത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും കിട്ടുന്നതായിരിക്കണം. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സൈൻ 60 എന്ന് പറയുന്നത് സൈൻ 60 ഈസ് √3/2 ആണോ, √3/2. ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ √3/2 എന്ന് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലത്തിൽ CD/4 ആണ് ആ ആൻസർ. CD/4 എന്ന് പറയുന്ന ആൻസർ സൈൻ 60 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് √3/2 is equal to CD/4. Therefore, CD is equal to, or 2 times CD is equal to 4√3. Therefore, CD is equal to 4√3/2 എന്ന്. CD യുടെ ആൻസർ ഒന്ന് കോഡായി. Okay, CD is equal to, therefore this one is equal to half into 5 into CD. We obtain it as CD is equal to 4√3/2. 4√3/2. 4√3/2. Okay, this 2 and this 2. These 2's on multiplication, 2 into 2 will be 4 and this 4 will get cancelled. Therefore, the last answer will be 5√3. That much centimeter square will be the area of this triangle ABC. I think that you have understood. You can write such a question and this figure and this explanation and this one in your notebook. How to return. ഈ പ്രോബ്ലത്തിൽ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് ഓൾസോ ഗിവൺ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞത്. ലെറ്റ് us മേക്ക് എ ജനറൽ റൂൾ ഫ്രം ദിസ് വൺ. നമുക്ക് ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ സി, ഈ 2 സൈഡ്സിനെ ഒരു എ എന്നും ഒരു സൈഡിനെ 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഒരു എ എന്നും മറ്റൊരു സൈഡിനെ ബി എന്ന് വിളിച്ചാൽ ഇഫ് ദിസ് വൺ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം എക്സ്. Now area of the triangle is equal to area of the triangle is equal to area of the triangle is equal to half BH. That is half into B യുടെ സ്ഥാനത്ത് ഒന്ന് A ആണ്, H എന്ന് പറയുന്നത് this one is our H ഇതാണ്. ആ H സൈൻ നമുക്ക് when we consider this angle, that one is its opposite side. Now its hypotenuse is known. Here it is drawn perpendicular so that this one is 90 degree. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചതെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കിട്ടണം, ഹൈപ്പോട്ടന്യൂസ് അറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെയും ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ടന്യൂസിനെയും കണക്ട് ചെയ്യിപ്പിക്കുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഫ്രം ദാറ്റ് വൺ വി ക്യാൻ റൈറ്റ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു h/b. Therefore, h ആണ് നമുക്ക് കിട്ടേണ്ടത്. h is equal to b sin x എന്ന് പറയാം. Therefore, here h can be substituted by b sin x. That is area of a triangle with the 2 sides a and b. An angle between them is x degree. Then its area is equal to half ab sin x. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 2 സൈഡ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഈ ആംഗിളും ഈ 2 സൈഡ്സും അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് എനി ട്രയാങ്കിൾ ഈസ് ഹാഫ് AB സൈൻ സി സൈൻ എക്സ്. എന്താണോ ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ ദാറ്റ് ഷുഡ് ബി റൈറ്റ്. Okay, it is an important formula. You can draw such a triangle, then write such a formula there in your notebook. നമുക്ക്
ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സി, ഇറ്റ് ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം. റീഡ് ദി ക്വസ്റ്റ്യൻ. The lengths of two sides of a triangle are 8 centimeters and 10 centimeters, and angle between them is 40 degree. In the place of A and B, 8 and 10 is there, and the x degree angle here it is 40. Calculate the area. ഒരു question ആയി. What is the area of the triangle with the sides of the same length but angle between them is 140 degree? ഇതേ സൈഡ്സ് തന്നെ, but the angle between them is 140 degree. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണെന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ്. And so let us first do the first part of that question. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റഫ് ഫിഗർ വരച്ചേക്കാം. സൈഡ്സ് ആർ 10 and 8. ഓക്കെ, സി നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് ഹിയർ ഇറ്റ് ഈസ് സെറ്റ് ദിസ് വൺ ഈസ് 10 in the place of A, this one is 8, and angle between them is 40 degree. Our A is this one is our B, this one is X. Area of the triangle is equal to half AB sin X എന്ന് അപ്ലൈ ചെയ്താൽ ഹാഫ് ഇൻറ്റു എ ബി 10 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 40. Now half into 10 into 8 into, what about sin 40? Sin 40, from where we are going to get sin 40. Sin 40 നമ്മുടെ ടേബിളിൽ നമ്മൾ ഓൾറെഡി ടേബിൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയതാണ്. സൈൻ 40 എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഒരു ആംഗിൾ 40 ഡിഗ്രി ആയി വന്നിട്ടുണ്ടെങ്കിൽ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദാറ്റ് 40 ഡിഗ്രി ഡിവൈഡഡ് ബൈ ദി ഹൈപ്പോട്ടന്യൂസ്. വാട്ട് ആൻസർ വി ഗെറ്റ്, അത് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അത് ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ, ടേബിളിലേക്ക് പോയി കഴിഞ്ഞാൽ ദിസ് വൺ ഈസ് ആംഗിൾ സൈൻ വാല്യൂ 0 ഡിഗ്രി 10, സൈൻ വാല്യൂ സൈൻ്റെ ടേബിളിൽ നോക്കുക ഏത് 40 ഡിഗ്രി, ഇറ്റ് ഈസ് 40 ഡിഗ്രി ഇവിടെ ഉണ്ട്. ദിസ് വൺ ഈസ് 40 ഡിഗ്രി. 0.6428. All those 4 decimals need not needed then, and so it is 0.6428. നമുക്ക് ഇത്ര തന്നെ മതി. That's equal to these 2 and this 8 on cancellation, it will be 4, and so it will be 10 into 4 into 0.64. അതിൻ്റെ ആൻസർ എന്താ നോക്കാം നമുക്ക്. ഈ 10 അവിടെ നിൽക്കട്ടെ. 4 into 0.64 നമുക്ക് 4 into 4 68. 1 is there. 4 into 6 24 plus that 1 25 256, and so here 2 decimal places are there. 2.56 will be there. 2.56 10 into 2.56 it is. That's equal to 25.6. That much centimeter square will be the area of the triangle. Okay, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായി. ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ 25.6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. ഇനി ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 8ഉം അതേ സൈഡ്സ് തന്നെയാണ്, പക്ഷേ 40 ഡിഗ്രിക്ക് പകരം 140 ഡിഗ്രി ആയാൽ എന്തായിരിക്കും. നമുക്ക് അതിൻ്റെ റഫ് ഫിഗർ ഒന്ന് വരച്ച് വെക്കാം. സി, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക. ഇനി സെക്കൻഡ് പാർട്ട് ചെയ്യാൻ അത് ആ ഫിഗർ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ ദം, സെയിം സൈഡ്സ്, ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 140 ഡിഗ്രി. സി, ഹിയർ ഇറ്റ് ഈസ് റീഡ്രോൺ. This one is 8 centimeter, this one is 10 centimeter, 8 centimeter, angle between them is 140 degree. നമ്മൾ half BH എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി if we take this one as the base, height is the perpendicular drawn from this vertex to this side. ഈ സൈഡിൽ എന്ന് പറയുമ്പോൾ ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതിലേക്കായിരിക്കും ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടാകുക. Okay, it will be like that. Therefore, നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ this one is 10 centimeter, settle the question. This one is 8 centimeter, angle between them 140 degree, and so here it will be 40 degree. Area is equal to, ഈ ട്രയാങ്കിളിലും ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച്. What about B? B is we take 10 centimeter into what about H? H is the perpendicular. ഇതാണ് ബി സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ H is the perpendicular drawn from this vertex to this side extended. ഇതാണ് H. ഇത് തന്നെയാണ് നമ്മുടെ H. ഈ H എങ്ങനെ കിട്ടും? What is the value of this H? ഈ H നമുക്ക് എങ്ങനെ കിട്ടും? For this, consider this right angle triangle. ഇത് right angle triangle because we have drawn perpendicular like that. ഈ ആംഗിൾ ഇവിടുന്ന് perpendicular ആയിട്ട് വരച്ചത്. Now when we consider this right angle triangle, we want to get this one, and so for here this angle is known. ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത്? സൈന്, കോസ്, ടാൻ, ഇതിൽ ഏത് പ്രയോഗിക്കണം എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അതാണ് ഈ പറയുന്നത്.
To this 40-degree angle, we need to get its opposite side. But its hypotenuse is there. An angle is there, its opposite side we need to get hypotenuse is there. അപ്പം കിട്ടേണ്ടതും ഓപ്പോസിറ്റ് സൈഡാണ്, തന്നിട്ടുള്ളത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ടതും തന്നിട്ടുള്ളതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ട്രിഗണോമെട്രിക് റേഷ്യോ സൈനാണ്. അപ്പോൾ സൈൻ 40, ലുക്കിംഗ് ദി ഫിഗർ, we see it is h by 8. Therefore, h is equal to 8 into sin 40. Let us apply that value here. h is equal to, ആ വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. h is equal to 8 into sin 40. ഇതെന്താ ശരിക്കും ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 40 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയല്ലേ, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 40. ആൻഡ് സോ ദിസ് പ്രോബ്ലം ഓൾസോ ഗെറ്റ് ദി സെയിം ആൻസർ ആസ് വി ഹാവ് ഡൺ ഇൻ ദി പ്രീവിയസ് കേസ്. ദെർഫോർ ഇറ്റ് ഈസ് 25.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ട്രയാങ്കിൾ ഈ പോസിൽ നിന്നാലും ഏരിയ സെയിം തന്നെയാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, two triangles with the same base and their third vertex on a line parallel to base will get the same area. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. Okay, and so you can write such a rough figure and this and complete the figure as shown, then write down this one in your notebook. And so we have done the answer for these two parts of the question. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനെ കൂടി ആൻസർ ചെയ്തിട്ട് ഇനി ഹോംവർക്കിലേക്ക് പോകാം. See one more question. Now read the question. The sides of a parallelogram are 8 centimeters and 12 centimeters. And the angle between them is 50 degree. Calculate its area. നമുക്ക് ആദ്യം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫിഗർ വരച്ച് നോക്കാം. ഇതിനെ നമുക്ക് 12 സെൻറ്റിമീറ്ററും ഇത് 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി. ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് സപ്പോസ് ചെയ്യാം. നമ്മൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് BH എന്നാണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ടു ദാറ്റ് സൈഡ് ഫ്രം ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഇതിനെ ബേസ് ആക്കി എടുത്താൽ ഇതിൻ്റെ ഏരിയ കാണാൻ ഇത് 12 സെൻറ്റിമീറ്റർ എന്നറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ വെർട്ടെക്സിൽ നിന്ന് എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് കിട്ടണം. അതിന് ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഹൈറ്റ്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പരിഗണിച്ചാൽ മതി. നമ്മളങ്ങനെ ഒരു റഫ് ഫിഗറിൽ അങ്ങനെ വരച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ദിസ് മച്ച് ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ, ദിസ് വൺ ഈസ് 8 സെൻറ്റിമീറ്റർ, ഇറ്റ് ഈസ് ഗിവൺ, ദിസ് ആംഗിൾ ഈസ് 50 ഡിഗ്രി. നമുക്ക് ഏരിയ ഓഫ് ദി പാരലോഗ്രാം, ഏരിയ ഓഫ് ദി പാരലോഗ്രാം, പാരലോഗ്രത്തിൻ്റെ ഏരിയ കാണുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ ദി 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് we have to learn what is the area of the parallelogram. It is BH, that's equal to B is 12 into H. What about H? This one is H. ഇതാണ് നമ്മൾ കാണേണ്ട H. ഈ H ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് here it is 90 degree because we have drawn perpendicular. When we consider this right angle triangle, ഏത് trigonometry ഉപയോഗിക്കണം എന്നുള്ളതാണ്. This 50 degree angle is there, its opposite side we need to get, we know it's hypotenuse. Therefore, from here it is sin 50 is equal to h by 8. Therefore, h is equal to 8 into sin 50. That's equal to 12 into, what about h? 8 into sin 50. 8 into sin 50. 8 into sin 50. That's equal to 12 into 8 into sin 50. The value of sin 50 can be found from table. Okay, you will get an angle for sin 50. Write down that value there and multiply all these. That much centimeter square will be the area of this parallelogram. That part is left to you. Now we have to do some homeworks. Here I am suggesting the homework that you have to do. See the homeworks. Now see the homeworks. These are the questions from your textbook. You have to do these 3 works in your notebook. Read the question thoroughly. Then first of all, to answer, before answering the question, each question should be written at first. Then you have to draw figure accordingly. Then in that figure you have to find out which measures are there, mark the measures there. Then you will get an idea how it should be answered, how to turn these 3 questions. Here I am not explaining. I think that you can do it. Anyway, let us conclude here. Okay, thank you all.